സ്റ്റോപ്പ് ഇറ്റ്. പ്രിൻസിയുടെ ശബ്ദം ഉയർന്നപ്പോൾ അവർ അടി നിർത്തി. എന്താ ഇത് ജനനി? പ്രിൻസി കാലിപ്പോടെ ജനിയെ വിളിച്ചു. എന്നോട് എന്റെ ഭർത്താവിനെ ചോദിച്ച ഇവളെ ഞാൻ വെറുതെ വിടണോ? എന്റെ കൂടപ്പിറപ്പുകളെ വെച്ച് ബന്ധം ഉണ്ടാക്കിയ ഇവനെ ഞാൻ എന്ത് ചെയ്യണം? ജനി ദേഷ്യത്തോടെ പ്രിൻസിയെ നോക്കി. സാറിന് എന്ത് അക്ഷരം വേണമെങ്കിലും എടുക്കാം, നോ പ്രോബ്ലം. എല്ലാവരെയും ഒന്ന് നോക്കി ജനിയും കൂട്ടുകാരും അവിടെ നിന്നും പോയി. വിനായകനെയും മേഘയും ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സൗകര്യം ചെയ്ത് പ്രിൻസിയും പോയി. സർ, ആൽബി പ്രിൻസിയെ വിളിച്ചു. ന്യായമായ കാര്യത്തിനല്ലാതെ അവൾ ഇന്ന് വരെ അടിയുണ്ടാക്കിയിട്ടില്ല ആൽബർട്ട്. അവളുടെ ഭർത്താവിനെ ആ മേഘ ചോദിച്ചെന്ന് അവൾ പറഞ്ഞപ്പോ ആ കലിപ്പിലും ഞാൻ കണ്ടതാണ് അവളുടെ കണ്ണിലെ നേർത്തിളക്കം. തൽക്കാലം ആക്ഷൻ എടുക്കുന്നില്ല. താനല്ലേ അവരുടെ ട്യൂട്ടർ, നാളെ അവരോട് ലീവ് എടുക്കാൻ പറഞ്ഞേക്കേ. ആൽബിയുടെ തോളി തട്ടി പ്രിൻസി പറഞ്ഞു പോയി. ആൽബിയുടെ മനസ്സിൽ അപ്പോഴും കലിതുള്ളി നിൽക്കുന്ന അവന്റെ ഏഞ്ചും കൂട്ടുകാരുമായിരുന്നു. എടുക്കടാ വണ്ടി ഹണിയിലേക്ക്. പാച്ചുവിന്റെ ബൈക്കിലിരുന്നു കൊണ്ട് ജെനി പറഞ്ഞു. ജെനി നീ എടുക്കാൻ. ദേഷ്യത്തോടെ ജെനി പറഞ്ഞപ്പോ പാച്ചു വണ്ടിയെടുത്തു. അവരുടെ സ്ഥിരം ബിയർ പാർലറിലേക്ക്. ഹണിയിൽ പോയി ഒരു കുപ്പി ബിയറും കുടിച്ച് ജെനി പോയത് അവളുടെ വീട്ടിലേക്കാണ്. ജെനിടാ, ഇവിടെ അച്ചുവേട്ടന് സീതമ്മയും എല്ലാരും ഉണ്ടല്ലോ. എബി പറഞ്ഞപ്പോ ജെനി നോക്കി. ശരിയാണ്, അച്ചുവിന്റെ വണ്ടി മനുവിന്റെ വണ്ടിയും ഉണ്ട്. അവളുടെ മുഖത്തിന് അപ്പോഴും അയവ് വന്നിരുന്നില്ല. മേഘ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കും തോറും അവളുടെ മുഖം വലിഞ്ഞു മുറുകി. ജെനി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീടിനകത്തേക്ക് കയറി. ആ, നീ വന്നു. അച്ചു നിന്നെ വിളിക്കാൻ വരുമായിരുന്നു. അവളെ കണ്ടതും ജാനി പറഞ്ഞു. നീ ഇങ്ങോട്ട് വരുന്നത് അറിഞ്ഞില്ല മോളെ, അല്ലെങ്കിൽ നിന്നെയും കോളേജിൽ നിന്ന് വിളിച്ചനെ. വാസുവിന്റെ അടുത്തിരുന്ന് സീത പറഞ്ഞു. ആഹാ, നിങ്ങളും ഉണ്ടോ? അവളുടെ പിറകെ വന്ന പാച്ചുവിനെ എബിയ അഞ്ജുവിനെയും കണ്ട് മായി പറഞ്ഞു. എന്താടാ എല്ലാവർക്കും ഒരു വൈക്ലബ്യം? അവരുടെ ഭാവം കണ്ട മനു ചോദിച്ചു. അച്ചു അപ്പോഴും ജെനിയെ തന്നെ നോക്കുകയായിരുന്നു. ഇത്രയും നേരം സംസാരിച്ചിട്ടും അവളുടെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും വരാത്തതുകൊണ്ട് അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. ജെനി ഒന്നും മിണ്ടാതെ പെട്ടെന്ന് മുകളിലേക്ക് പോയി. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ പോക്ക് കണ്ട അച്ചു പാച്ചുവിനോട് ചോദിച്ചു. അത് അച്ചുവേട്ടാ. എബി എന്തോ പറയാൻ വന്നതും ജെനിയുടെ മുറിയിൽ നിന്ന് എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ടു. അച്ചു പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോയി. മുറിയിലേക്ക് കയറി അച്ചു പകച്ച് ജെനിയെ നോക്കി. റൂമിലെ ഫ്ലവർ വൈസ് എല്ലാം പൊട്ടിയിരുന്നു. ജെനി രണ്ട് കൈകൊണ്ട് തല താങ്ങി ബെഡിലിരിക്കുന്നുണ്ട്. അച്ചു പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു. ജെനി. അവളുടെ അടുത്ത് ചെന്നിരുന്ന് അവൻ വിളിച്ചു. അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണ് കണ്ണുനീർ വാർക്കുമ്പോഴും അവളുടെ ഉള്ളിൽ വിനായകം മേഘയും അവരുടെ വായിൽ നിന്ന് വീണ വാക്കുകളോ ആയിരുന്നു. ആലോചിക്കും തോറും അച്ചുവിന്റെ മേലുള്ള അവളുടെ പിടി മുറുകിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സ് ശാന്തമാകുന്നതുവരെ അച്ചു അവളെ പൊതിഞ്ഞു പിടിച്ചു. നീ കുടിച്ചിട്ടുണ്ടോ ജെനി? അവളെ അടർത്തി മാറ്റി അച്ചു ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടപ്പോ ജെനി പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റു. മറുപടി പറഞ്ഞിട്ട് പോ ജെനി, നീ കുടിച്ചിട്ടുണ്ടോ? ദേഷ്യത്തോടെ അച്ചു അവളോട് ചോദിച്ചു. കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലുള്ള അവന്റെ പ്രതികരണം അറിയാവുന്നത് കൊണ്ട് ജെനി വീണ്ടും ഒന്നും മിണ്ടാതെ അവന്റെ കൈവിടുവിക്കാൻ നോക്കി. അത് കണ്ടവന് ദേഷ്യം വന്നു. ചോദിച്ചത് കേട്ടില്ലേ നീ, കുടിച്ചിട്ടുണ്ടോ എന്ന്? ദേഷ്യത്തോടെ അവളുടെ ഇരുതോളിലും കൈവച്ച് അവൻ ചോദിച്ചപ്പോൾ അവൾ അറിയാതെ തലയാട്ടി. നിമിഷ നേരം കൊണ്ട് അച്ചുവിന്റെ കൈ അവളുടെ കവളിൽ പതിഞ്ഞു. അടിയുടെ ശക്തി പിന്നിലേക്ക് ആഞ്ഞ അവളുടെ കാലിൽ പൊട്ടിക്കിടുന്ന ഫ്ലവർ വേസിന്റെ ചീള് തറച്ചു. വേദന ഉണ്ടായെങ്കിലും ആദ്യമായി അച്ചുവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയുടെ അത്ര വേദന അവൾക്ക് തോന്നിയില്ല. എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്. അടി ഉണ്ടാക്കുന്നത് ക്ഷമിക്കാം, കള്ളുകൂടി നിർത്തി എന്നല്ലേ നീ പറഞ്ഞത്? അല്ലേ? വാക്ക് തന്നതല്ലേ? എന്നിട്ട് അവള് വീണ്ടും കുടിച്ചേക്കുന്നു. അച്ചു ദേഷ്യത്തോടെ ഓരോന്ന് വിളിച്ച് പറഞ്ഞു. അവളുടെ കാലിലെ ചീളോ കാലിൽ നിന്ന് വരുന്ന രക്തമോ അവൻ കണ്ടില്ല. എന്തിനപ്പുറം അവളുടെ മുഖത്തെ വേദന പോലും. അവൾ കള്ളു കുടിച്ചു എന്നറിഞ്ഞ ദേഷ്യം മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. അച്ചു. വിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അവൻ കണ്ടു നിറകണ്ണുകളോടെ വാതിക്കൽ നിൽക്കുന്ന പാച്ചുവിനെയും എബിയെ അഞ്ജുവിനെയും അവരുടെ കൂടെ മനുവിനെയും. അവരെല്ലാം അകത്ത് കയറി. ജെനിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ കണ്ണ് രണ്ടും ഇറുക്കിയടച്ച് വേദന സഹിച്ചു നിൽക്കുവാണ്. അപ്പോഴും കരയുന്നുണ്ട്. അവളുടെ മുഖത്തെ അവന്റെ കൈവിരലുകൾ മനു വ്യക്തമായി കണ്ടു. നീ തല്ലിയോ ഇവളെ? മനു ദേഷ്യത്തോടെ അച്ചുവിനെ നോക്കി. ആ, തല്ലി. കള്ളു കുടിച്ചു വന്ന ഇനിയും തല്ലും. അവനും ദേഷ്യത്തോടെ പറഞ്ഞു. മനു ദേഷ്യത്തോടെ അവനെ അടിച്ചു. ഏട്ടാ. കവളിൽ കൈവച്ച് അവൻ മനുവിനെ നോക്കി. പാച്ചു എബി അഞ്ജുവും ജെനിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവരുടെ ശബ്ദമെല്ലാം അവൾ കേൾക്കുന്നുണ്ടെങ്കിലും കണ്ണു തുറന്നിരുന്നില്ല. നീ ഇവളോട് എന്താണ് കാര്യമെന്ന് ചോദിച്ചു. ഇനി കള്ളു കുടിക്കില്ല എന്ന വാക്ക് തന്ന ഇവള് ഇന്നേ വരെ അത് തെറ്റിക്കാതെ ഇന്നൊരു ദിവസം അത് തെറ്റിക്കണമെങ്കിൽ അതിനൊരു വ്യക്തമായ കാരണം ഉണ്ടാവില്ലേ? അത് ചോദിച്ചോ നീ ഇവളോട്? ഇല്ല, ചോദിച്ചില്ല. ഒന്നും ചോദിക്കാതെ കള്ളും കുടിച്ചു വന്നു എന്ന പേര് എന്റെ കുഞ്ഞിനെ അവൻ തല്ലിയിരിക്കുന്നു. ആരെ അറിയാതെ അവൻ. മനു നല്ല ദേഷ്യത്തിലായിരുന്നു. അപ്പോഴാണ് അച്ചു അത് ആലോചിച്ചത്. അവളോടൊന്നും ചോദിക്കുക പോലും ചെയ്യാതെയാണ് അവളെ തല്ലിയതെന്ന് ദേഷ്യപ്പെട്ടതെന്ന്. അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കവളിൽ പതിഞ്ഞ അവന്റെ കൈവിരലുകൾ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അയ്യോ ചോര, ജെനിടാ. അഞ്ചു പറയുന്നത് കേട്ടപ്പോഴാണ് അവരെല്ലാം നോക്കിയത്.
ജെനിയുടെ കാച്ചുവട്ടി രക്തം കണ്ടപ്പോൾ അച്ഛൻ വെപ്രാളത്തോടെ അവളെ പിടിച്ച് ബെഡിലിരുത്തി. അവളുടെ കാല് പൊക്കി അവന്റെ മടിയിൽ വെച്ച് നോക്കി. കാല് തുളഞ്ഞു കയറിയ വയസ്സിന്റെ ചീള് കണ്ടപ്പോൾ അവന്റെ നെഞ്ചു പിടഞ്ഞു. ഈ സമയമൊന്നും അവള് കണ്ണു തുറന്നിരുന്നില്ല. വേദന കടിച്ചു പിടിച്ചിരുന്നു. പാച്ചു, ഫസ്റ്റ് എയ്ഡ് എടുക്ക്. അച്ചു പെട്ടെന്ന് പാച്ചുവിനോട് പറഞ്ഞു. പാച്ചു പെട്ടെന്ന് തന്നെ ഷെൽഫ് തുറന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് അവന്റെ കയ്യിൽ കൊടുത്തു. അച്ചു വളരെ ശ്രദ്ധയോടെ അവളുടെ കാലിത്തറച്ച ചീള് വലിച്ചെടുത്തു. വേദനയെടുത്ത അവളുടെ കൈകൾ ബെഡ്ഷീറ്റ് മുറുക്കി. മുറിവ് ക്ലീൻ ചെയ്ത് അവൻ കെട്ടിവെച്ചു. ജെനി മോളെ. അവളുടെ കവളിൽ കൈവച്ച് അവൻ വിളിച്ചപ്പോൾ അവൾ അവന്റെ കൈകൾ തട്ടിമാറ്റി. കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ പാച്ചുവിനെ എബിയെ നോക്കി. കോളേജിൽ നിന്ന് മെസ്സേജ് വല്ലതും ഉണ്ടോ? എബിയോട് അവൾ ചോദിച്ചു. ഇല്ല. എബി പറഞ്ഞപ്പോൾ അവളൊന്ന് മൂളി. പിന്നെ എണീറ്റ് ബാൽക്കണിയിലേക്ക് പോയി. അവൾ പോകുന്നത് നോക്കി വേദനയോടെ അവൻ നിന്നു. അച്ചുവേട്ടാ. ജെനി പോകുന്നത് നോക്കി നിന്ന് അവനെ പാച്ചു വിളിച്ചു. ഞാൻ അവളെ ഒന്നും ചോദിക്കാതെ എന്നോടൊന്ന് പറയാമോ? അച്ചു ദയനീയമായി പാച്ചുവിനെ നോക്കി. അത് കോളേജിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി, എബി പറഞ്ഞു. എന്ത്? അച്ചു ചോദിച്ചപ്പോ 3 പേരും മേഘയും വിനായകം പറഞ്ഞ കാര്യങ്ങളും അതിനുശേഷം ഉണ്ടായ അടി എല്ലാം പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടും ഞങ്ങളുടെ കൂടെ നടക്കുന്നതുകൊണ്ട് അച്ചോട്ടൻ ഫ്രീ ആണെന്നും മേഘയ്ക്ക് അച്ചോട്ടനെ കൊടുക്കാമോ എന്നും ചോദിച്ചു. അതിന്റെ ദേഷ്യത്തിൽ അവൾ മേഘയെ ഒരുപാട് തല്ലി. ഞങ്ങളെ ചേർത്ത് പറഞ്ഞതിന് വിനായകനെയും. ആ ദേഷ്യത്തിലും സങ്കടത്തിലും കുടിച്ചതാണ് അച്ചുവേട്ട അവൾ, അല്ലാതെ. എബി നിറഞ്ഞ കണ്ണുകളോടെ അച്ചുവിനോട് പറഞ്ഞപ്പോ ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും അവന്റെ മുഖം മുറുകിയിരുന്നു. അച്ചുവേട്ടന് തോന്നുന്നുണ്ടോ ഞങ്ങളങ്ങനെ? എന്താടാ, നിങ്ങളെ എനിക്കറിയില്ലേ? പറഞ്ഞു തുടങ്ങിയ പാച്ചുവിനെ തടഞ്ഞുകൊണ്ട് അച്ചു പറഞ്ഞു. തല്ലണ്ടായിരുന്നു ഏട്ടാ, വേദനയോടെ അഞ്ചു പറഞ്ഞു. അവൾ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ദേഷ്യം വന്നുപോയി. സാരമില്ല, അവളുടെ പിണക്കം ഞാൻ മാറ്റിക്കൊള്ളാം. ചെറു ചിരിയോടെ അച്ചു പറഞ്ഞു. അച്ചു. മനു അവന്റെ തോളിൽ കൈവച്ചു. ഈ പെണ്ണ് ഓരോ നിമിഷവും എന്നെ തോൽപ്പിക്കുവാണല്ലേ ഏട്ടാ. മനുവിനെ കെട്ടിപ്പിടിച്ച് അച്ചു പറഞ്ഞു. അവന്റെ മനസ്സാകെ കാര്യം അന്വേഷിക്കാതെ അവളെ തല്ലിയതിലുള്ള വേദനയായിരുന്നു. നീ അവളുടെ പിണക്കം മാറ്റിയിട്ട് വാ, ഞങ്ങൾ താഴെ ഉണ്ടാവും. അച്ചുവിനോട് പറഞ്ഞ് അവർ 3 പേരും താഴേക്ക് പോയി. ബാൽക്കണിയിലെ ബീൻ ബാഗിൽ ഇരിക്കുന്ന ജെനിയുടെ അടുത്തേക്ക് അച്ചു പോയി. ജെനി. അവളുടെ അടുത്ത് ചെന്നിരുന്ന് അവൻ വിളിച്ചു. അവൾ അവനെ നോക്കാതെ ദൂരേക്ക് നോക്കിയിരുന്നു. വേദനിച്ചോടാ? അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് അവൻ തല്ലി അവളുടെ കവളിൽ കൈവച്ച് അവൻ ചോദിച്ചു. അവളൊന്നും മിണ്ടാതെ അവന്റെ കൈ തട്ടിമാറ്റി അവിടെ നിന്നും എണീറ്റു. ഡി പെണ്ണേ. അവൻ അവളുടെ കൈ പിടിച്ചു നിർത്തി. വേണ്ട, ഓ. അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞ് അവൾ താഴേക്ക് പോയി. ഈശ്വരാ, എങ്ങനെ മെരുക്കിയെടുക്കും? ആത്മകഥം പറഞ്ഞുകൊണ്ട് അവനും അവളുടെ പിറകെ താഴേക്ക് വെച്ചു പിടിച്ചു. അയ്യോ, എന്തു പറ്റിയതാ മോളെ കാലില്? കാലിലെ കെട്ട് കണ്ട് വസുവും സീതയും ഒരുമിച്ച് അവളോട് ചോദിച്ചു. ഫ്ലവർ വൈസ് പൊട്ടിയത് തട്ടിയതാണ്, വേറൊന്നുമില്ല. ജാനുയുടെ അടുത്തിരുന്ന് അവൾ പറഞ്ഞു. മുറിവ് ക്ലീൻ ചെയ്തിട്ടാണോ മരുന്ന് വെച്ചത്? വാസു അവളോട് ചോദിച്ചു. ആ. കൂടുതലൊന്നും പറയാതെ അവൾ സെറ്റിയിലേക്ക് ചാരി. നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ മോളെ? മുഖമൊക്കെ വല്ലാണ്ട്. മഹി അവളോട് ചോദിച്ചു. എനിക്കൊന്നുമില്ല അച്ഛേ, നിങ്ങൾക്ക് തോന്നുന്നതാണ്, അവൾ പറഞ്ഞു. അപ്പോഴേക്കും അച്ചുവും താഴേക്കെത്തി. ജെനിയുടെ ഓപ്പോസിറ്റായി മനുവിന്റെ അടുത്തവൻ ഇരുന്നു. അവൻ ജെനിയെ തന്നെ നോക്കിയിരുന്നു. എന്നാൽ ഒരു നോട്ടം കൊണ്ട് പോലും അവൾ അവനെ കടാക്ഷിച്ചില്ല. തീർന്നില്ലേ പിണക്കം? ജെനിയെ തന്നെ നോക്കിയിരിക്കുന്ന അച്ചുവിനോട് മനു ചോദിച്ചു. അടുക്കുന്നില്ല. അച്ഛൻ മറുപടി പറഞ്ഞു. സാരല്ല, നീയായിട്ട് വരുത്തി വെച്ചതല്ലേ, മാറിക്കോളും. മനു അവനെ സമാധാനിപ്പിച്ചു. അച്ചു ഒന്ന് മൂളിക്കൊണ്ട് വീണ്ടും ദയനീയമായി ജെനിയെ നോക്കി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മഹി, നേരെ ഒരുപാടായില്ലേ? ചന്ദ്രൻ മഹിയോട് ചോദിച്ചു. ഇറങ്ങുവാണോ? എന്നാ ശരി, മഹിയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജെനി, മോൾക്ക് ഇവിടെ നിൽക്കണോ 2 ദിവസം? സീത ജെനിയോട് ചോദിച്ചു. സീതയുടെ ചോദ്യം കേട്ടപ്പോ ഞെട്ടിയത് അച്ചുവാണ്. അച്ചു ജെനിയെ നോക്കി. നിൽക്കണോ മോളെ, പറ. ജെനി അച്ചുവിനെ നോക്കി. വേണ്ട എന്ന് അവൻ അവന്റെ കണ്ണുകൾ കൊണ്ട് അവളോട് പറഞ്ഞു. നിന്നോട്ടെ അമ്മേ, ഞാൻ 2 ദിവസം കഴിഞ്ഞ് പൊക്കോളാം. ജെനി വസുവിനോട് ചോദിച്ചു. അവള് നിക്കട്ടെ അച്ചു, 2 ദിവസം കഴിഞ്ഞ് വരും. ചന്ദ്ര അച്ചുവിനോട് പറഞ്ഞു. അച്ചു കൂടുതലൊന്നും പറയാതെ അവിടെ നിന്നും എണീറ്റ് പോയി. അവൻ ഇഷ്ടമല്ലെങ്കിൽ നീ പൊയ്ക്കോ ജെനി, ജാനി അവളോട് പറഞ്ഞു. അവൻ ഇഷ്ടക്കേടൊന്നുമില്ല, അവള് നിന്നോട്ടെ, ഈ മുറിവുള്ള കാലം വെച്ച് വരണ്ട, മനു പറഞ്ഞു. യാത്ര പറഞ്ഞ് അവരിറങ്ങി. അച്ചു ജെനിയെ നോക്കിയെങ്കിലും അവനോടുള്ള പരിഭവം കണ്ട് അവനെ നോക്കാതെ അവള് മുറിയിലേക്ക് പോയി. ഫ്രഷ് ആയി ജെനി ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് പോയിരുന്നു. തിരികെ വീട്ടിലെത്തിയിട്ടും അച്ഛന് സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം അറിയാതെ ഒന്നും ചോദിക്കാതെ ജെനിയെ തല്ലിയതിലുള്ള സങ്കടമായിരുന്നു അവന്റെ മനസ്സ് നിറയെ. അച്ചു. മനു മുറിയിലേക്ക് ചെന്ന് അവനെ വിളിച്ചു. അവള് കുടിച്ചു എന്ന് പറഞ്ഞാലുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും അടിച്ചതാണ് ഏട്ടാ ഞാൻ എന്റെ ജെനിയെ. ആ നിമിഷം അവള് കുടിക്കാനുള്ള കാരണമൊന്നും ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല. ആദ്യമായിട്ടല്ലേ ഞാൻ. വേദനിച്ച് കാണില്ലേ അവൾക്ക്? തല്ലിയതിലുള്ള പരിഭവം ആവുമല്ലേ? എന്നൊന്നും നോക്കുന്നു കൂടിയില്ല. അവളുടെ മൗനം വല്ലാതെ വേദനിപ്പിക്കുന്നു ഏട്ടാ.
അച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയ്യേ, നീ കരയുവാണോ? അവളെ റിവഞ്ച് എടുക്കുന്നതല്ലേ? നീ കാര്യം അറിയാതെ അവളെ തല്ലി. നിന്നെ തിരിച്ചു ചെല്ലാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മൗനം കൊണ്ട് അവള് നിന്നോട് പകരം വീട്ടുന്നു. അതവളുടെ ചെറിയ തമാശയല്ലേ. അങ്ങനെ കൂടുതൽ സമയമൊന്നും നിന്നോട് പിണങ്ങിയിരിക്കാൻ അവൾക്ക് കഴിയില്ലടാ. മനു അച്ചുവിനെ സമാധാനിപ്പിച്ചു. നീ ഫ്രഷ് ആയിട്ട് അവൾക്ക് ഫോൺ ചെയ്യും ചെല്. അച്ചുവിനെ ഫ്രഷ് ആവാൻ പറഞ്ഞു വിട്ട് മനു താഴേക്ക് പോയി. പെട്ടെന്ന് തന്നെ ഫ്രഷായി ഇറങ്ങിയ അച്ചു ഫോൺ എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി ജെനിയുടെ ഫോണിലേക്ക് വിളിച്ചു. ബീൻ ബാഗിൽ ചാരി കണ്ണടച്ചിരിക്കുമ്പോഴാണ് അവളുടെ ഫോൺ അടിച്ചത്. അവൾ കൈയെത്തിച്ച് ഫോൺ എടുത്തു. അച്ചുവേട്ടൻ കോളിംഗ് എന്ന് കണ്ടപ്പോ അവൾ അത് കട്ട് ചെയ്തു. അച്ചു വീണ്ടും അവളെ വിളിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം അവൾ ഫോൺ എടുത്തു. പെണ്ണെ സോറി. ഫോൺ എടുത്ത പാടെ അച്ചു അവളോട് പറഞ്ഞു. സോറിടാ, എനിക്ക് വാക്ക് തന്നതല്ലേ നീ ഇനി കുടിക്കില്ല എന്ന്. എന്നിട്ട് നീ വാക്ക് തെറ്റിച്ച് ദേഷ്യത്തിൽ തല്ലിപ്പോയതാടാ. കാര്യം അറിയാതെയല്ലേ തല്ലിയത്. നീ വേണേ എന്നെ തല്ലിക്കും. എന്നോട് മിണ്ടാതിരിക്കല്ലേ. നിന്റെ മൗനം അത് സഹിക്കുന്നില്ലടാ, അച്ചു അവളോട് പറഞ്ഞു. അവന്റെ പറച്ചു കേട്ടപ്പോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളൊന്ന് വിതുമ്പി. ജെനി. അവളുടെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും വരാത്തോണ്ട് അച്ചു വീണ്ടും അവളെ വിളിച്ചു. അവളൊന്നും മിണ്ടാതെ പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചു. മനസ്സ് നിറയെ സങ്കടമായിരുന്നു, അതിനൊപ്പം ദേഷ്യവും. ആദ്യമായി അവൻ തല്ലിയതിനുള്ള സങ്കടം. മേഘയും വിനായകും പറഞ്ഞ വാക്കുകൾ ഓർത്തുള്ള ദേഷ്യവും സങ്കടവും കൂടി വന്നപ്പോൾ അവൾ എണീറ്റ് മുറിയിലേക്ക് പോയി. അവളുടെ ഗിറ്റാർ എടുത്തു വന്ന് അവളുടെ മനസ്സ് ശാന്തമാകുന്നത് വരെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. ആദ്യമായി തന്റെ പ്രാണനെ തല്ലിയ സങ്കടത്തിൽ അവനും ഉറക്കമില്ലാതെ ആ രാത്രിയെ തള്ളി നീക്കി. രണ്ടുപേരെ ഒരുപോലെ തഴുകി തലോടിക്കൊണ്ട് ഇളം തന്നിൽ കടന്നുപോയി. കണ്ണടച്ച് ബാൽക്കണിയിൽ തന്നെ ഇരുന്നപ്പോഴാണ് ജെനിയുടെ ഫോൺ അടിച്ചത്. പാച്ചുവാണ്. അവൾ ഫോൺ എടുത്തു. പറയ് പാച്ച. ഡാ, നാളെ ലീവ് എടുത്തോളം പറഞ്ഞു. ആൽബി സാർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നമുക്ക് സസ്പെൻഷൻ ഒന്നുമില്ല. ഞാൻ കണ്ടു, മെസ്സേജ് എനിക്കുണ്ട്. എന്താ ചെയ്യണേ? ലീവ് എടുക്കുന്നുണ്ടോ? ഇല്ല, നാളെ കോളേജിൽ പോണം. ഡാ അച്ചുവേട്ടൻ. പോയി, ഞാൻ വീട്ടിലാണ്. പിണക്കം മാറിയില്ലേ ജെനി? ഒരു ചെറിയ പരിഭവം മാറും. നീ എബിയോടും അഞ്ജുവിനോടും പറഞ്ഞിക്ക് നാളെ ലീവ് എടുക്കണ്ടെന്ന്, കോളേജിൽ പോവാന്ന്. ആ, നീ വണ്ടി എടുക്കുന്നുണ്ടോ? ഇല്ല, ബൈക്ക് എടുത്തു വാ. മിക്കവാറും വൈകിട്ട് നിങ്ങളുടെ ആളെയും വരും. ആ ഓക്കെ, നാളെ കാണാം. ബൈ ബൈ. ജെനി ഫോൺ വെച്ചു. വാൾപേപ്പറായി സെറ്റ് ചെയ്ത അവളുടെ അച്ചുവിന്റെ ഫോട്ടോയിലേക്ക് നോക്കി. അച്ചുവിന്റെ ഫോട്ടോയിലൂടെ വിരലോടിച്ചു. എന്നെ തല്ലിയതല്ലേ? ഈ പരിഭവം നല്ലതാണ്. പിണക്കം നമുക്ക് മാറ്റാട്ടോ. ചെറു ചിരിയോടെ അവന്റെ ഫോട്ടോയിലൂടെ വിരലോടിച്ച് അവള് പറഞ്ഞു. അവള് ഫോൺ വെച്ച് ഗിറ്റാർ എടുത്ത് മുറിയിലേക്ക് കയറി. പതിവ് പോലെ ജെനി കോളേജിൽ പോകാൻ റെഡിയായി ഇറങ്ങി. കഴിക്കുന്നില്ലേ നീ? ജാനി അവളോട് ചോദിച്ചു. ഇല്ല, ലേറ്റായി, ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. അവള് പറഞ്ഞിറങ്ങിയത് പാച്ചു എബി അഞ്ചു വണ്ടിയുമായി വന്നു. അവൾ പാച്ചുവിന്റെ പുറകെ കയറി കോളേജിലേക്ക് തിരിച്ചു. ആൽബി കോളേജിലെത്തി കാർ പാർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് വാഗമര ചൂട്ടിൽ ബൈക്കിലിരിക്കുന്ന ജെനിയും കൂട്ടുകാരെയും കണ്ടത്. അവരെ കണ്ടതും അവൻ അങ്ങോട്ട് ചെന്നു. ഗുഡ് മോർണിംഗ്. അവനെ കണ്ടതും പുഞ്ചിരിയോടെ എബി പറഞ്ഞു. മോർണിംഗ്. അവനും തിരിച്ചു വിഷ് ചെയ്തു. ലീവ് എടുത്തോളാം പറഞ്ഞല്ലേ നിങ്ങളോട്? ആൽബി നെറ്റി ചുളിച്ച് അവരെ നോക്കി. എന്തിനാ വെറുതെ ലീവ് എടുക്കുന്നത്? ഇന്നലെ അടിയുണ്ടാക്കിയതിന്. സാർ ആദ്യമായതുകൊണ്ടാണ്, ഞങ്ങൾക്കിത് ശീലമാണ്, ജെനി അവനോട് പറഞ്ഞു. അല്ലെങ്കിലും പറഞ്ഞ അനുസരണ ഇല്ലല്ലോ, ക്ലാസ്സിലേക്ക് വരുന്നില്ലേ? ആൽബി ചോദിച്ചു. വരാം. പാച്ചുവാണ് മറുപടി പറഞ്ഞത്. അഞ്ജുവിനെ ഒന്ന് നോക്കി അവൻ അവിടെ നിന്നും പോയി. ക്ലാസ്സിലേക്ക് പോകുന്നുണ്ടോ? അഞ്ജു അവരോട് ചോദിച്ചു. നിന്റെ ഇച്ചാന്റെ ക്ലാസ് അല്ലേ, നീ വേണേ പൊയ്ക്കോ, എനിക്കൊരു മൂഡില്ല, ഞാൻ ക്യാൻറ്റീനിൽ കാണും. അത്രയും പറഞ്ഞ് ജെനി ക്യാൻറ്റീനിലേക്ക് നടന്നു. ജെനി ഇല്ലാതെ ക്ലാസ്സിൽ കയറില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരും ജെനിയുടെ പുറകെ വെച്ച് പിടിച്ചു. ഫോണിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നത് കണ്ടാണ് അഞ്ജു ഫോൺ നോക്കിയത്. ലൈബ്രറിയിലേക്ക് വാ. ആൽബിയുടെ മെസ്സേജ് ആയിരുന്നു. മെസ്സേജ് വായിച്ച അഞ്ജു ജെനിയെ എബിയും പാച്ചുവിനെയും നോക്കി. ഡാ, ഇച്ചായും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാനൊന്ന് ലൈബ്രറി വരെ പോയിട്ട് വരാം. അഞ്ജു അവരോട് പറഞ്ഞു. പോയിട്ട് വാ. അവർ സമ്മതം കൊടുത്തപ്പോ അഞ്ജു ഫോണും എടുത്ത് ആൽബിയുടെ അടുത്തേക്ക് പോയി. കിയാര കൂട്ടുകാരോടൊപ്പം ക്യാൻറ്റീനിലേക്ക് വന്നപ്പോഴാണ് ബാക്കിലെ സീറ്റിൽ ജെനിയും പാച്ചുവും എബിയും ഇരിക്കുന്ന കണ്ടത്. എബിയെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. നീ എങ്ങോട്ടാ? അവരുടെ അടുത്തേക്ക് നടക്കാൻ തുനിഞ്ഞ അവളെ തടഞ്ഞുകൊണ്ട് കൂട്ടുകാരി ചോദിച്ചു. അവരുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു. എന്തിന്? ഇച്ചായനെ കാണാൻ. ഇച്ചായനോ? കൂട്ടുകാരിയുടെ കണ്ണിപ്പോ പുറത്തു ചാടും. ആ, എബിച്ചായൻ. നീ ചോദിച്ചു വാങ്ങുവാണല്ലോ, പൊടി. കൂട്ടുകാരിയെ പുച്ഛിച്ചുകൊണ്ട് കിയാര പുലിമടയിലേക്ക് നടന്നു. ഹായ് ചേച്ചി. അവരുടെ അടുത്ത് ചെന്ന് നിറഞ്ഞ ചിരിയോടെ കിയാര പറഞ്ഞു. ഹായ്. ജെനിയും തിരിച്ച് അവളെ നോക്കി പുഞ്ചിരിച്ചു. കിയാരയുടെ കണ്ണ് എബിയുടെ മേലെയായിരുന്നു. അവനാണെങ്കിൽ അവളെ നോക്കാതെ ഫോണിൽ നോക്കിയിരിക്കുവാണ്. ജെനി ചേച്ചി. ജെനിയെ വിളിച്ചുകൊണ്ട് ദിവ്യ അങ്ങോട്ട് വന്നു. ദിവ്യയെ കണ്ടതും പാച്ചുവിന്റെ കണ്ണ് വിടർന്നു. പാച്ചുവിനെ കണ്ട സന്തോഷം ദിവ്യയുടെ മുഖത്തും ഉണ്ടായിരുന്നു. ആ വാടാ. ജെനി അവളെ അടുത്തേക്ക് വിളിച്ചു. അവരുടെ അടുത്ത് കിയാര നിൽക്കുന്നത് കണ്ടപ്പോ സംശയത്തോടെ അവളവരെ നോക്കി. ഹായ്.
ഞാൻ ദിവ്യ. കിയാരയ്ക്ക് കൈ നീട്ടി ദിവ്യ പറഞ്ഞു. കിയാര. പുഞ്ചിരിച്ചുകൊണ്ട് കിയാര അവളുടെ കൈ ചേർത്തു. ക്ലാസ്സിലെ ദിവ്യ? ജെനി ദിവ്യയോട് ചോദിച്ചു. ചേച്ചി ഞാൻ അത്. ദിവ്യ പാച്ചുവിനെയും ജെനിയും മാറി മാറി നോക്കി. പാച്ചു, ദേ ഇവൾക്ക് നിന്നോടെന്തോ പറയാനുണ്ടെന്ന് ജെനി പെട്ടെന്ന് പറഞ്ഞപ്പോൾ ദിവ്യ ഞെട്ടി. പാച്ചു ദിവ്യയെ സംശയത്തോടെ നോക്കി. പിന്നെ ജെനി അവനെ കണ്ണു ചെമ്മി കാണിച്ചു. വാ പുറത്തേക്ക് പോവാൻ ദിവ്യ. പാച്ചു പറഞ്ഞുകൊണ്ട് മുന്നിൽ നടന്നു. ജെനിയെ ദയനീയമായി നോക്കിക്കൊണ്ട് ദിവ്യ അവന്റെ പുറകിൽ പോയി. ചേച്ചി. അവര് പോകുന്നത് നോക്കി നിന്ന ജെനിയെ കിയാര വിളിച്ചു. ആ. ജെനി അവളെ നോക്കി. ഈ ചേട്ടായി കമ്മിറ്റഡ് ആണോ? എബിയെ ചൂണ്ടിക്കൊണ്ട് അവൾ ജെനിയോട് ചോദിച്ചു. ജെനി എബി ഒരുപോലെ ഞെട്ടി അവളെ നോക്കി. നിനക്ക് എന്തൊക്കെ അറിയണം? എബി അവളോട് ചോദിച്ചു. ആ പറയ ചേട്ടായി, കമ്മിറ്റഡ് അല്ലെങ്കിൽ എനിക്കൊരു ആപ്ലിക്കേഷൻ തരാനാണ്. പുഞ്ചിരിയോടെ അവൾ പറഞ്ഞപ്പോ ജെനി ചിരി കടിച്ചു പിടിച്ച് അവളെ എബിയെ നോക്കി. പൊടി. എബി അവളോട് കലിപ്പിട്ടു. ദേഷ്യപ്പെടല്ലേ, കമ്മിറ്റഡ് ആവാൻ തോന്നുവാണെ ഞാൻ തന്ന ആപ്ലിക്കേഷൻ പരിഗണിക്കണേ ആദ്യം. അതും പറഞ്ഞ് അവൾ ഓടി. അവൾ പോയതും ജെനി കടിച്ചു പിടിച്ചിരുന്ന ചിരി പുറത്തു വന്നു. ഇതെന്ത് സാധനം? എബി അവൾ പോയ വഴിയെ നോക്കി ജെനിയോട് ചോദിച്ചു. നമ്മുടെ അഞ്ജുവിനെ പോലെ കിളി പോയ സാധനം. ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോ എബിയും ചിരിച്ചു. ലൈബ്രറിയിൽ ചെന്ന അഞ്ജു ഒഴിഞ്ഞ ഒരു കോണിൽ പത്രവും പിടിച്ചിരിക്കുന്ന ആൽബിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ വന്നെന്നറിഞ്ഞിട്ടും അവൻ പത്രത്തിൽ നിന്ന് നോട്ടം മാറ്റിയില്ല. എന്തിനാ എന്നെ വിളിച്ചേ? അഞ്ജു അവനോട് ചോദിച്ചു. അപ്പോഴും അവനൊന്നും മിണ്ടിയില്ല. ജാടയിട്ടിരുന്ന അഞ്ജു വെറുതെ വിടുമോ? അവളും പിന്നെ അവനെ മൈൻഡ് ചെയ്യാതെ ഫോണിൽ ഇരുന്ന് കുത്താൻ തുടങ്ങി. അഞ്ജുവിന്റെ ശബ്ദമൊന്നും കേൾക്കാത്തോണ്ട് ആൽബി അവളെ പാളി നോക്കി. അവനെ ഒന്ന് നോക്കൂ പോലും ചെയ്യാതെ ഫോണിൽ കുത്തുന്ന അവളെ കണ്ടപ്പോ അവന് കലി കയറി. അവൻ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. എന്റെ ഫോൺ തന്നെ. അഞ്ജു അവന് നേരെ കൈ നീട്ടി. ഫോണ് കുത്തിയിരിക്കാനല്ല നിന്നോട് വരാൻ പറഞ്ഞത്. പിന്നെ എന്തിനാ? ഇന്നലെ എന്തായിരുന്നു ക്യാൻറ്റീന്? ഇച്ചായനും കണ്ടതല്ലേ, വീണ്ടും ചോദിക്കണോ? കുറച്ച് കൂടിപ്പോയെന്ന് തോന്നില്ലേ നിനക്കൊന്നും? എന്തിനു തോന്നണം? ഇച്ച ഇത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ്. ഇവിടെയുള്ളവർക്ക് ഇത് ശീലമാണ്. അപ്പൊ സ്ഥിരം ഇത് തന്നെയാണോ പരിപാടി? സ്ഥിരമൊന്നുമല്ല, തികച്ച ന്യായമുള്ള കാര്യമാണെങ്കിൽ. ഇന്നലെ ന്യായമുള്ള കാര്യമായിരുന്നോ? അല്ലേ? ഇച്ചാൻ എന്താ എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ഇതുവരെ ഒരു തെറ്റായ ചിന്ത പോലെ ഞങ്ങൾ 4 പേർക്കിടയിൽ വന്നിട്ടില്ല. ആ ഞങ്ങളെ വെച്ചാണ് അവനും അവളും. അത് പോരാൻ അച്ചുവേട്ടനെ. ഇച്ചാൻ അറിയൂ, ജെനിയുടെ ജീവനാണ് ആ മനുഷ്യൻ. അച്ചുവേട്ടൻ അങ്ങനെ തന്നെയാണ്. ആ ജെനിയോടാണ് അവൾ അച്ചുവേട്ടനെ. അഞ്ജു ദേഷ്യം കൺട്രോൾ ചെയ്ത് പിടിച്ചു. ആൽബി നോക്കിക്കാണുകയായിരുന്നു അവന്റെ പെണ്ണിനെ. അവൻ ഒരുപാട് സന്തോഷവും സ്നേഹവും തോന്നി. ടേബിളിൽ വെച്ചിരുന്ന അവളുടെ കൈയുടെ മേലെ അവൻ അവന്റെ കൈ വെച്ചു. ഏഞ്ചു. അവൻ അവളെ വിളിച്ചു. അവനെ മുഖമുയർത്തി അവള് നോക്കി. ഈ പറഞ്ഞ നിങ്ങളുടെ അച്ചുവേട്ടൻ തല്ലി വിനായക ഹോസ്പിറ്റലിലാണ്. ആൽബി പറഞ്ഞപ്പോ അഞ്ജു ഞെട്ടലോടെ അവനെ നോക്കി. അച്ചുവേട്ടനോ? അഞ്ജു ആൽബിയെ നോക്കി. അച്ചു തന്നെ. അവൻ എന്നെ വിളിച്ച് വിനായകന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു. അഞ്ജു ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. അച്ചുവും ഞാനും കൂട്ടുകാരാണ് പെണ്ണെ. എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് അങ്കത്ത്. അങ്ങനെയുള്ള പരിചയമാണ്. ഈ അങ്കതാണ് ജെനിയുടെ അച്ചു എന്ന് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. എന്തായാലും അച്ഛൻ നന്നായി കൊടുത്തിട്ടുണ്ട്. അടുത്തൊന്നും അവൻ ഹോസ്പിറ്റൽ വിടില്ല. അഞ്ജുവിന്റെ നോട്ടം കണ്ട ആൽബി അവളോട് പറഞ്ഞു. എടാ കള്ള അച്ചു. അഞ്ജു താടിക്ക് കൈ കൊടുത്തു. നീ ജെനിയോട് പറയണ്ട, അവൻ തന്നെ പറഞ്ഞോളൂ. പറയില്ല, ഞാൻ പൊക്കോട്ടെ. പോണോ? വേണ്ട, കുറച്ച് കഴിഞ്ഞ് പോവാം. അവളുടെ കൈപ്പത്തിയുടെ മേലെ അവൻ മുറുക്കി പിടിച്ചു. ആരെങ്കിലും കാണു വെച്ചായ? കൈ വലിച്ചെടുക്കാൻ നോക്കിക്കൊണ്ട് അഞ്ജു പറഞ്ഞു. അടങ്ങിയിരിയടി, നിന്നെ ഒന്ന് കണ്ടോട്ടെ. ആൽബി കലിപ്പിട്ടപ്പോ അഞ്ജു ഒതുങ്ങി. രണ്ടുപേരും മൗനമായി കണ്ണുകളിലൂടെ പ്രണയിച്ചുകൊണ്ടിരുന്നു.